വിവാദമായ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യം പ്രതികരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അദ്ദേഹം മലയാളത്തിൽ ഗാനമെഴുതി. വേദൻ, വേട്ടക്കാരൻ എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം തന്റെ സമൂഹത്തിലെ ആളുകൾ വർഷങ്ങളായി അനുഭവിച്ച വിവേചനത്തിൽ നിന്നാണ് ഇത് എഴുതിയത്. വേദൻ അത് തന്റെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുത്തു. വാക്കുകൾ റാപ്പ് ചെയ്യാൻ തുടങ്ങി. കാരണം കറുത്തവർഗക്കാർ അവരുടെ അവകാശങ്ങൾക്കായി പോരാടുമ്പോൾ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് പറയാൻ തിരഞ്ഞെടുത്ത രൂപമായിരുന്നു അത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന പേരിൽ ഗാനം ചിത്രീകരിച്ച് പുറത്തിറങ്ങി. എന്റെ ചുറ്റുപാടും ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ വളർന്ന കോളനിയിലെ ആളുകൾക്ക് സംഭവിക്കുന്നതും ഇതാണ്. വളരെ കാലമായി ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ വിവേചനം അനുഭവിച്ചു വരുന്നു. ശരിയായ പോഷകാഹാരമോ സുരക്ഷിതമായ ഒരു വീടോ പോലും ഇല്ലാതെ, അടിസ്ഥാന ആവശ്യങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന ആളുകളാണവർ. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. എന്റെ സംഗീതം എന്റെ സ്ഥാനത്തായിരിക്കണം, അവിടെ താമസിക്കുന്ന ആളുകളെ കുറിച്ചായിരിക്കണം, വേദൻ പറയുന്നു. ജാതിവിരുദ്ധവും രാഷ്ട്രീയപരവുമായ ആ ഗാനം വാക്കുകളിലും രോഷത്തിന്റെ സംഗീതത്തിലും ഒരുപോലെ ശക്തമാണ്. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആനയിൽ ഒരു മയിരുമില്ല. ഞാൻ പാണനോ പറയനോ പുലയനോ അല്ല, നിങ്ങളും തമ്പുരാനുമല്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ നിരാശപ്പെടില്ല എന്നിങ്ങനെ പോകുന്നു വേദന്റെ പാട്ടിന്റെ വരികളുടെ അർത്ഥം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ വളർന്നത്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം എപ്പോഴെങ്കിലും എന്തെങ്കിലും ആകണമെന്ന സ്വപ്നവുമായി വേടൻ നിർമ്മാണ ജോലികൾക്കായി പോയി. അതിനുശേഷമാണ് വേടൻ തിരുവനന്തപുരത്ത് ഫിലിം എഡിറ്ററും സംവിധായകനുമായ ബി അജിത് കുമാറിന്റെ സ്റ്റുഡിയോ ബോയിയായി ജോലി ചെയ്തത്. അവിടെ ധാരാളം ആളുകളെ കണ്ടുമുട്ടാൻ ഇടയായി എന്ന് വേദൻ പറയുന്നു. ആ വർഷങ്ങളിൽ അന്തരിച്ച അമേരിക്കൻ റാപ്പർ ടുപാക് ഷക്കൂറിന്റെ സ്വാധീനത്താൽ അദ്ദേഹം റാപ്പിനോടടുത്തു. സംഗീതം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്റെ സമൂഹത്തിലെ ആളുകൾ വേട്ടയാടപ്പെടുന്ന ഗ്രാമീണ വേട്ടക്കാരായിരുന്നതിനാലാണ് അദ്ദേഹം വേദൻ എന്ന പേര് തിരഞ്ഞെടുത്തത്. വീഡിയോ സംവിധാനം ചെയ്ത അഖിൽ രാമചന്ദ്രനും അത് ചിത്രീകരിച്ച ഹൃതിക് ശശികുമാറുമാണ് മ്യൂസിക് വീഡിയോ നിർമ്മിക്കാൻ വേദനെ സഹായിച്ചത്. വീഡിയോയിലെ കുട്ടികൾ തന്റെ കോളനിയിലെ കുട്ടികളാണെന്ന് വേദൻ പറയുന്നു. ചുവപ്പ് നിറത്തിലുള്ള ഒരു ഷേഡിൽ ആരംഭിച്ച് നീല നിറത്തിൽ അവസാനിപ്പിക്കുമ്പോൾ വേദൻ കറുത്ത ഷർട്ട് ധരിച്ചിരിക്കുന്നു. ചരിത്രത്തിലെ 3 ജാതി വർഗവിരുദ്ധ പോരാളികളായ മാർക്സ്, അംബേദ്കർ, പെരിയാർ എന്നിവരുടെ ഒത്തുചേരലാണെന്ന് തോന്നുന്നു. വ്യാജ ദേശസ്നേഹികളാണ് നാടിനെ ഭരിക്കുന്നതെന്നും ഭരണാധികാരിക്ക് യാതൊരു ആശങ്കയും ഇല്ലെന്നും നികുതി പണം ഉപയോഗിച്ച് ടൂറുകൾ നടത്തുന്നുണ്ടെന്നും വേദൻ പാടുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം പിന്തുടർന്ന ആർക്കും റഫറൻസ് ലഭിക്കും. ഒരു ദിവസം തന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ, സിനിമകൾ നിർമ്മിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. സംഗീതം, സിനിമ ഇവയെല്ലാം ആളുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന വേദികളാണ്. വേദന്റെ രാഷ്ട്രീയം പറയാൻ ഒരു സിനിമ നിർമ്മിക്കുക എന്നതാണ് വേദന്റെ ഏറ്റവും വലിയ സ്വപ്നം. അത് വേദന്റെ മാത്രമല്ല, വേദന് ചുറ്റുമുള്ള പലരും പറയുന്ന കാര്യമാണ്. വേദന് സ്നേഹം നൽകിയ എല്ലാവർക്കുമുള്ള അംഗീകാരമാണ് ഈ ഗാനം. വേദൻ പാടുന്നു. എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല, ഞങ്ങൾക്ക് വേണ്ടത് നീ തരൻ മതിച്ചു, ഞങ്ങളേറെ കൊതിച്ചു, അതിനെ എത്ര പെരുമിച്ചു, കണ്ടു കണ്ടു നീ ചിരിച്ചു, അല്ലാ അല്ലാ അല്ല അല്ല നാളില്ല, ഇല്ല ഇല്ല വേദനയില്ല, കഥ പറയുകയില്ല. ഈ പാട്ടിന്റെ വരികളുടെ അർത്ഥം രാധഗോമതി വിവർത്തനം ചെയ്തത് എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയുമാണ്. നിങ്ങൾ ഒന്നും പങ്കിടാൻ തയ്യാറല്ല. ഇല്ല ഇല്ല, വിഷമിക്കേണ്ട, നാളത്തേക്ക് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. കഥകൾ പറയാൻ ഈ വേട്ടക്കാരന്റെ ആവശ്യമില്ല. വിവാദ നായകനായ റാപ്പർ വേടനെ പുലിപ്പല്ല് കൈവശം വെച്ചതിന് വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. പെരുമ്പാവൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വേടന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കേരളം വിട്ടു പോകരുത്, 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് ഹാജരാക്കണം, എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം തുടങ്ങിയവയാണ് ഉപാധികൾ. പുലിപ്പല്ല് കേസിൽ വേടനെ കോടതി വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. വേടനുമായി തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് വീണ്ടും കോടതിയിൽ ഹാജരാക്കി. ഈ ഘട്ടത്തിലാണ് വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചത്.
താൻ മനഃപൂർവ്വം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ആരാധകർ സമ്മാനിച്ച വസ്തു സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും വേടൻ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ പറഞ്ഞു. ഇത് യഥാർത്ഥ പുലിപ്പല്ല് ആണെന്ന് അറിയില്ലായിരുന്നു. കോടതി നിർദ്ദേശിക്കുന്ന ഏത് ജാമ്യ വ്യവസ്ഥകളും അംഗീകരിക്കാൻ തയ്യാറാണ്. മാത്രമല്ല മുമ്പ് ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ലെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ ജാമ്യാപേക്ഷയെ വനംവകുപ്പ് എതിർത്തെങ്കിലും കോടതി ഇത് തള്ളി. തുടർന്നാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അതിനു മുമ്പ് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെയാണ് വേടനെയും ഒപ്പമുണ്ടായിരുന്ന 8 പേരെയും പോലീസ് ആദ്യം പിടികൂടിയത്. ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിരുന്നു. ഇതിനിടെയാണ് വേടൻ ധരിച്ചിരുന്ന മാലയിലെ പുലിപ്പല്ല് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വനം വകുപ്പിനെ വിവരമറിയിച്ചു. പരിശോധനയിൽ ഇത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് വേടനെതിരെ മൃഗവേട്ട ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി വനം വകുപ്പ് കേസെടുത്തത്. ഇതോടെ കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചുവെങ്കിലും വേടനെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലെ ആരാധകരാണ് പുലിപ്പല്ല് സമ്മാനിച്ചതെന്നാണ് വേടന്റെ മൊഴി. ഈ ആരാധകരിൽ രഞ്ജിത്ത് എന്നയാളെ മാത്രമാണ് തനിക്ക് പരിചയമുള്ളതെന്നും വേടൻ പറഞ്ഞിരുന്നു. കേസിൽ വേടനുമായി വനം വകുപ്പ് തെളിവെടുപ്പും നടത്തിയിരുന്നു. അതിനുശേഷം വാഴത്തോപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്ന സംഗീത പരിപാടിയിൽ തന്റെ ദുശീലങ്ങൾ ആരും അനുകരിക്കരുതെന്നും വേടൻ അഭ്യർത്ഥിച്ചു. എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വേടൻ പൊതുസ്വത്താണെന്നും തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും പറഞ്ഞു. വലിയ ജനക്കൂട്ടമാണ് വേടന്റെ റാപ്പ് ഷോ ആസ്വദിക്കാൻ വാഴത്തോപ്പിൽ എത്തിച്ചേർന്നത്. റാപ്പർ വേടനെ പിന്തുണച്ച് മന്ത്രി KB ഗണേഷ് കുമാർ. വേടനോട് സ്നേഹമുണ്ടെന്നും തെറ്റുപറ്റി അത് പൊറുക്കണമെന്ന് വേടൻ തന്നെ പറഞ്ഞെന്നും മന്ത്രി വ്യക്തമാക്കി. പത്തനാപുരത്ത് നടന്ന ലഹരി വിരുദ്ധ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വേടനെ കാണുമ്പോൾ കഞ്ചാവടിയൻ എന്ന് പറഞ്ഞ് കളിയാക്കരുതെന്നും തിരുത്തി ജീവിച്ചാൽ അയാൾ നല്ലവനാണെന്നും മന്ത്രി പറഞ്ഞു. വേടനെ നേരിട്ട് പരിചയമില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നാട്ടുകാരോടും പോലീസിനോടുമെല്ലാം നല്ല രീതിയിൽ പെരുമാറുന്നയാളാണ് വേടനെന്നും അദ്ദേഹം വ്യക്തമാക്കി. റാപ്പർ വേടനൊപ്പം സർക്കാരും പൊതുജനങ്ങളും ഉണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. ആരും പൂർണ്ണരല്ല. തെറ്റ് ഏറ്റുപറയാനുള്ള മനസ്സാണ് വേടനെ വ്യത്യസ്തനാക്കിയതെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. അതേസമയം വേടൻ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ വിവരിച്ച കോടനാട് റേഞ്ച് ഓഫീസർ അതീഷിനെ സ്ഥലം മാറ്റിയിരുന്നു. മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്കാണ് സ്ഥലം മാറ്റിയത്. വനം മന്ത്രി AK ശശീന്ദ്രനാണ് സ്ഥലം മാറ്റിയത്. പ്രതിക്ക് ശ്രീലങ്കൻ ബന്ധമുണ്ടെന്നടക്കമുള്ള സ്ഥിരീകരിക്കാത്ത സ്റ്റേറ്റ്മെന്റുകൾ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയത് ശരിയല്ലെന്ന നിഗമനത്തിലാണ് നടപടി. വകുപ്പുതല അന്വേഷണത്തിന് വിധേയമായിട്ടാണ് സ്ഥലം മാറ്റം. വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു.